ഈ ഒരു റെസിപ്പി എന്താണെന്നറിയാതെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലല്ല, കുറച്ച് വ്യത്യാസമായിട്ടാണ്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. ആദ്യം തന്നെ 1.25 കപ്പ് ബദാം എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഏകദേശം 3 മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യണം. വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് നമുക്ക് ബദാമിൻ്റെ തൊലി മാറ്റി എടുക്കണം. അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലി മാറ്റി എടുത്തിട്ടുണ്ട്. ബദാം ഇങ്ങനെയല്ല തൊലി മാറ്റുന്നതെങ്കിൽ തിളച്ച വെള്ളത്തിലോട്ട് ബദാം ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് ബദാമിൻ്റെ തൊലി മാറ്റാവുന്നതാണ്. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ ബദാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈഡ് ക്രെയിൻബെറിയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പിസ്താഷ്യാണ്. ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള പിസ്താഷ്യാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു പാനിലോട്ട് ഒരു ബൗളോളം ഷുഗറാണ്, ഏകദേശം ഒരു 100 ഗ്രാമോളം വരും ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി 200 ഗ്രാമിൻ്റെ ബോട്ടിലായിരുന്നു, അതിൽ 3/4 ഭാഗത്തോളം ഹണി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഷുഗറും ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇത് ചൂടാക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി വരണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുക്കും. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വെക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ 1/2 മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പഞ്ചസാര മെൽറ്റായി വരും. ആ സമയത്ത് ഒപ്പം തന്നെ നമ്മൾ മുട്ടയുടെ വൈറ്റ് പാർട്ട് എടുത്ത് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുകയും വേണം. രണ്ട് മുട്ടയുടെ വെള്ളം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാണ് 2 മുട്ട എടുത്തത്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് ഭയങ്കര ഷുഗർ അല്ലേ എന്ന്. പക്ഷേ നമ്മളിത് കഴിക്കാറുണ്ട്, ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാറുണ്ട്. അതായത് മാർസ് ചോക്ലേറ്റ്, ടോറോൺ ചോക്ലേറ്റ്, അങ്ങനെയുള്ള ചോക്ലേറ്റിനകത്തൊക്കെ ആഡ് ചെയ്ത് ഒരു ലെയറായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നൗഗട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിലൊരു ചെറിയ പോർഷനാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ചോക്ലേറ്റുമായിട്ട് കവർ ചെയ്ത് മിക്സ് ചെയ്താണ് അതിന് ആ ചോക്ലേറ്റിലൊക്കെ കാണപ്പെടുന്നത്.
പഞ്ചസാര എല്ലാം മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് പാകമായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് വെള്ളമുള്ള ഒരു ബൗളിലേക്ക് 1-2 ഡ്രോപ്പ് ഒഴിച്ച് നോക്കുക. എന്നിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഈ സമയമായപ്പോഴത്തേന് ആ ഗ്യാസും ഓഫാക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഹാർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം ഒട്ടും കളയാതെ തന്നെ മുട്ടയുടെ വൈറ്റും കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇത് സോഫ്റ്റായിട്ട് ഒരു ക്രീമായിട്ട് വരികയും ചെയ്യും. ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത്
ഇത് ചെറിയൊരു സ്റ്റിക്കി ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു പാട്ട്, ഒത്തിരി മധുരമുള്ളതല്ലേ, അപ്പോൾ ചെറിയൊരു പാട്ട് മുറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ചോക്ലേറ്റുമായിട്ട് കോട്ട് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു ട്രീറ്റാണ്. ഹോളിഡേ ടൈമിലൊക്കെ വരുമ്പോൾ നല്ലൊരു ട്രീറ്റായിട്ടുള്ളതാണ് ഇത്. എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഒട്ടും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.